അദ്ദേഹത്തിൻ്റെ വേർപാടിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ, അതുപോലെ തന്നെ നിയമസഭയിൽ തന്നെ ദീർഘകാലം ഞങ്ങളുടെയൊക്കെ ഏറ്റവും ആദരണീയനായ നിയമസഭാ സ്പീക്കർ എന്നുള്ള നിലയിൽ ഒക്കെ വലിയ ഒരു നിലവാരത്തിൽ വലിയ ബഹുമാനത്തോടു കൂടി പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ശ്രീ തങ്കച്ചൻ. അദ്ദേഹം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പദവികൾ വഹിച്ചു, ഒരുപാട് സ്ഥാനത്തിരുന്നു. അതിനേക്കാളൊക്കെ ഏറെ ജനഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഒരു നേതാവായിരുന്നു. സ്പീക്കർ എന്നുള്ള നിലയിലും മന്ത്രി എന്നുള്ള നിലയിലും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാവ് എന്നുള്ള നിലയിലും UDFൻ്റെ കൺവീനർ എന്നുള്ള നിലയിലൊക്കെ വിശ്വാസ്യതയോടുകൂടി പ്രവർത്തിച്ച ശ്രീ തങ്കച്ചൻ്റെ വേർപാട് അതുകൊണ്ട് തന്നെ കേരളത്തിന് പൊതുവിൽ ഉള്ള നഷ്ടമാണ്, സമൂഹത്തിനുള്ള നഷ്ടമാണ്. ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അതിൽ ദുഃഖിതരാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും അതുപോലെ തന്നെ പാർട്ടിയോടും അനുയായികളോടും ഒക്കെ ഞാൻ ഈ സന്ദർഭത്തിൽ ദുഃഖം അറിയിക്കുകയാണ്. എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരും. PK കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ PP തങ്കച്ചനെ അനുസ്മരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗം അല്പസമയം മുൻപാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. മുൻ KPCC അധ്യക്ഷൻ, ദീർഘകാലം UDF കൺവീനർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് PP തങ്കച്ചൻ. 86 വയസ്സായിരുന്നു. അദ്ദേഹത്തിന്റെ ആരുടെയും മുഖത്തു നോക്കി കൂസലില്ലാതെ തീരുമാനങ്ങൾ പറയാനുള്ള, കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു ശൈലി കോൺഗ്രസിലാകെ എല്ലാവരും സ്വീകരിച്ചിരുന്ന ഒരു ശൈലി. അങ്ങനെ ഒരു ശൈലി കോൺഗ്രസിൽ പൊതുവായി നടപ്പിലാക്കിയ ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. 1939 ജൂലൈ 29 അങ്കമാലിയിൽ വെച്ച് അദ്ദേഹം ജനിക്കുന്നത്. ഫാദർ പൗലോസ് പൈനാടത്തും അന്നമ്മയുമാണ് മാതാപിതാക്കൾ. തേവര SH കോളേജിലും എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിലുമായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലഘട്ടം. 1968 പെരുമ്പാവൂർ നഗരസഭാ ചെയർമാനായി. അക്കാലത്ത് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർമാനുമായി അദ്ദേഹം മാറി. 1977 മുതൽ 89 വരെ 12 വർഷം എറണാകുളം DCCയുടെ അധ്യക്ഷനായിരുന്നു. 1982 പെരുമ്പാവൂരിൽ നിന്ന് നിയമസഭയിലേക്ക് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. 87, 91, 96 വർഷങ്ങളിൽ പെരുമ്പാവൂരിൽ നിന്ന് തുടർ ജയങ്ങൾ അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്തു. 2001 CPIMലെ സാജു പോളിനോട് പെരുമ്പാവൂരിൽ തോറ്റത്. 2006 MM മോനായിയോട് കുന്നത്തനാട്ടിലും അദ്ദേഹം പരാജയം ഏറ്റുവാങ്ങി. 1995 മുതൽ 95 വരെ കേരള നിയമസഭയുടെ സ്പീക്കറായി ഒരു ടേം ആക്കുകയും ചെയ്തു PP തങ്കച്ചൻ. ഒപ്പം തന്നെ 95-96 കാലത്ത് കൃഷിമന്ത്രിയായും, സ്പീക്കർ സ്ഥാനം രാജിവെച്ച് കൃഷിമന്ത്രിയായും ആന്റണി സർക്കാരിൽ കൃഷിമന്ത്രിയായും സേവനമനുഷ്ഠിച്ചു. 2004 മുതൽ 2018 വരെ ദീർഘകാലം UDFന്റെ കൺവീനറായി, UDFന്റെ കണ്ണും കാതും വാക്കുമായി, ഒരു തലമുറയ്ക്കാകെ UDF കൺവീനർ എന്നാൽ PP തങ്കച്ചൻ എന്ന വിധത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചു. 14 വർഷമാണ് UDFന്റെ കൺവീനറായി അദ്ദേഹം അവിടെ പ്രവർത്തിച്ചത്. അനിൽ ജോർജ് കൊച്ചിയിൽ നമുക്കൊപ്പമുണ്ട്. അനിൽ, വലിയ വിയോഗമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. ആശുപത്രിയിലേക്ക് ഇപ്പോൾ പ്രവർത്തകരും നേതാക്കളും ഒക്കെ എത്തുന്നുണ്ടോ? ബിനിൽ, ദീർഘകാലം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഒരാളായിരുന്നു PP തങ്കച്ചൻ. UDF രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അതികായൻ എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത അല്പസമയം മുമ്പാണ് പുറം ലോകം അറിഞ്ഞത്. ദീർഘകാലമായി അദ്ദേഹം അസുഖബാധിതനായിരുന്നു. കുറേ നാളുകളായി പൊതുരംഗത്ത് നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുകയുമായിരുന്നു. നീണ്ട ആശുപത്രി വാസത്തിനൊടുവിലാണ് അദ്ദേഹത്തിൻ്റെ മരണം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പ്രവർത്തകരും മറ്റും ഇത് അറിഞ്ഞു തുടങ്ങിയിട്ടേയുള്ളൂ. അതിനാൽ തന്നെ ആളുകൾ ഇവിടേക്ക് എത്തിത്തുടങ്ങുന്ന ഒരു സാഹചര്യം മാത്രമേ ആയിട്ടുള്ളൂ.